ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ദിവസത്തെ ഒരു കുഞ്ഞ് ഡിന്നറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഈ ചെമ്മീൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒരു വൈകുന്നേരം ആയപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ട് തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 കിലോ ചെമ്മീൻ ഉണ്ടാകും. അപ്പോൾ അതൊരു കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി, അതേപോലെ ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, അതേപോലെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര്. അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി കുറവുള്ളൂ, അതുകൊണ്ടാണ് നമ്മളിതൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെമ്മീനിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഞാനത് അതവിടെ മസാലയൊക്കെ വെച്ച ആ ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 2 മീഡിയം സൈസിലുള്ളൊരു സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അത്യാവശ്യം വലിപ്പമുള്ളൊരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി കഴുകിയിട്ട് ഇതൊക്കെ ഒന്ന് ഇതേ രീതിയിൽ കനം കുറച്ചിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 2-3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 തക്കാളി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു ഒന്നര തക്കാളി മാത്രമേ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബിരിയാണി ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി സവാള ഒന്ന് നന്നായിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും ഇതേ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കട്ടിംഗ് ബോർഡിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മീഷോന്ന് ഓൺലൈനായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. നല്ല കട്ടിംഗ് ബോർഡാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനിതിപ്പോൾ 2-3 പ്രാവശ്യം ഉപയോഗിച്ചു. അപ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെമ്മീൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇങ്ങനെ മുരിഞ്ഞു പോകുന്ന ആ ഒരു ഇതിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കരുത്. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെമ്മീൻ ഒരുപാട് വേവില്ല. ഒരുപാട് മുരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭയങ്കര റബ്ബറി കൺസിസ്റ്റൻസിയിലേക്ക് പോകും. അപ്പോൾ ഞാൻ എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് വാടി വരാനായിട്ട് ഞാനൊന്ന് അടച്ച് മൂടിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മൂടിയൊക്കെ തുറന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം സവാള ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ തക്കാളിയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള സലാഡ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഒരു പകുതി നേരത്തെ നമ്മൾ എടുത്ത തക്കാളിയുടെ പകുതി അതും കൂടെ അതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ രാത്രി ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്തെ ഞാൻ കുറച്ച് അതിലേക്ക് വിനാഗിരിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ അതേപോലെ കുറച്ച് ഗരം മസാല ഇത്രയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം.
അപ്പോൾ ഇതാ നന്നായിട്ട് ഞാനിവിടെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു 1-2 ടീസ്പൂണോളം നല്ല പുളിയുള്ള അത്യാവശ്യം പുളിയുള്ള തൈരും കൂടെ ഞാനിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാനിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾക്ക് നോക്കുക, പുളിയൊക്കെ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ചെമ്മീൻ ഞാനിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ ചെമ്മീൻ ഉണ്ടാകും. ഇനിയിപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചെമ്മീൻ്റെ മസാല ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സലാഡ്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ വിനാഗിരി ഞാൻ ഫുഡ് കഴിക്കുന്ന നേരത്ത് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുകയുള്ളൂ. ആദ്യമേ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സവാളയൊക്കെ കുക്കായതുപോലെ തോന്നും. അപ്പോൾ ഇതാ ഞാൻ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം അരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1/2 കിലോൻ്റെ അടുത്തുണ്ടാകും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം ഞാനൊരു കുക്കറിലാണ് ഇപ്പോൾ ഞാൻ ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീ നല്ല നെയ്യാണിത്, ഹോം മെയ്ഡ് നെയ്യാണ്, അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹോൾ സ്പൈസസ് ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിൽ കുറച്ച് സവാള ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന അരി ഒന്ന് ഡ്രൈൻ ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് മാത്രം ഇതിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് മുരിഞ്ഞു പോകേണ്ട അരി, ജസ്റ്റ് ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് അരിക്ക് ഒരു 1.25 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനിയിപ്പോൾ കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു വിസിൽ മാത്രം ഞാൻ കേൾപ്പിച്ചെടുക്കുന്നുള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടും. അപ്പോൾ ഞാനവിടെ റൈസ് കുക്കാവുന്ന ടൈം കൊണ്ട് ഞാനിനി ഇതിലേക്കൊന്ന് സവാളയും കാഷ്യൂനട്ടും വേപ്പിലയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രവും ഞാൻ ഓൺലൈനിൽ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. ഞാനിപ്പോൾ കുറച്ച് പ്രാവശ്യമായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സവാളയും കാഷ്യൂനട്ടൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് അതും കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മൾ നല്ല ഒരു വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുള്ളൂ നമ്മൾ ഈ കുക്കറിൽ ഈ റൈസ്. അപ്പോഴേക്കും ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ആ ഒരു പ്രഷറിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ റൈസൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഒന്നും മുട്ടാണ്ട്. നമ്മളിതിൽ ചെറുനാരങ്ങ നീരൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൈസൊക്കെ നല്ല കുക്കായിട്ട് ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നല്ല വേറിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കിലോ റൈസാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതത് സുറുമിക്കുള്ളത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അവൾക്ക് മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കൂല, എരിവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ റൈസ് മാത്രമായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഇനിയിപ്പോൾ ദമ്മിടാനായിട്ട് പോവുകയാണ്. നമ്മുടെ മസാലയിലേക്ക്, ചെമ്മീൻ്റെ മസാലയിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ റൈസും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്, സവാള, വേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് സിമ്മിലിട്ടിട്ട് ഞാനതൊന്ന് ഒരു അരമണിക്കൂർ ദം ചെയ്തെടുക്കുന്നുണ്ട്. അതപ്പോഴേക്കും സുറുമിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ സലാഡിലേക്ക് കച്ചമ്പർ എന്ന് പറയും ഞങ്ങളിവിടെ. അപ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല, സുറുമിക്ക് എരിവ് പറ്റാത്ത കാരണം. അപ്പോൾ ഇതാ സുറുമിയുടെ അതിൽ നിന്ന് ചെമ്മീൻ ഞാനൊന്ന് ഗ്രേവിയൊക്കെ കളഞ്ഞിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ ഫുഡ് കഴിക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ്, റൈസും തിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെമ്മീനൊന്നും അങ്ങനെ അധികം കഴിച്ചിട്ടുണ്ടായില്ല. ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്, ഒരു എരിവോ ഒന്നും കഴിക്കൂല അവൾ.
ഭയങ്കര ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ആൾക്ക്. അപ്പോൾ അവൾ സുറുമി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ട അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെമ്മീൻ ബിരിയാണിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും, എങ്കിലും ഇതേപോലെ എല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറ്. അപ്പോൾ കുറച്ച് ചെമ്മീൻ അവിടെ ഞാൻ 2 ദിവസം മുമ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കിയുണ്ടായിരുന്ന ചെമ്മീനാണ്. അപ്പോൾ അതെടുത്ത് ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ നമ്മൾ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നിട്ട് പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് വാച്ച് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ